ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ ഉടനെ തന്നെ കമലേശ്വരം വീട്ടിലോട്ട് യാത്രയാണ് പോകുന്നത്. തന്നെ അവിടെ എന്തായാലും എല്ലാ കാര്യങ്ങളും ശരിയാക്കണം എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. രേഖയാണ് പറയുന്നുണ്ട്, ഇന്നെന്തായാലും ഇവിടെ കൂടെ തന്നെ നിൽക്കട്ടെ മഹി, എന്തായാലും നാളെ അങ്ങോട്ടേക്ക് വരാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇന്ന് കണ്ണേട്ടൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ശരിയാക്കുക, അതല്ലേ നല്ലത് എന്ന് കണ്ണേട്ടനോടായിട്ടും രേഖ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട്, രേഖ പറഞ്ഞത് തന്നെയാണ് ശരി കണ്ണേട്ട, ഇന്ന് കണ്ണേട്ടൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വയ്ക്കുക. എനിക്കാണെങ്കിൽ ഇപ്പോൾ പൊടി തീരെ അരച്ചത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കുഞ്ഞിനും കൊണ്ട് വന്നാൽ അതും ശരിയാവില്ലല്ലോ കണ്ണേട്ട, അതുകൊണ്ട് കണ്ണേട്ടൻ അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു പേടി അമ്മയും ഉണ്ണിയൊക്കെ കുറിച്ച് തന്നെയാണ്. കരുണയുണ്ട് അവിടെ, എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുക, അതൊരു പേടി തന്നെയാണ് എനിക്ക്. എന്ത് ചെയ്യാനാണ് മഹി, ഇവിടെ എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിൽക്കുക. എന്തായാലും കമലേശ്വരം വീട്ടിൽ പോയല്ലേ മതിയാവും, അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല, തനിക്കതെല്ലാം അറിയാമല്ലോ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ രേഖ പറയുന്നുണ്ട്, അവളുടെ ഇവിടെ നിൽക്കട്ടെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കണ്ണേട്ടാ. കണ്ണേട്ടൻ പറയുന്നത് പോലെ തന്നെ എല്ലാം ശരിയാവണമെന്നുമില്ലല്ലോ, അതുകൊണ്ട് ആദ്യം ഇന്ന് കണ്ണേട്ടൻ പോയിട്ട് അവിടെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് നാളെ തന്നെ മഹി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കണ്ണനാണെങ്കിൽ രേഖ പറഞ്ഞ പോലെ തന്നെ തൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ വീട്ടിലെത്തിയ ഉടൻ തന്നെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ മരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കണ്ണനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ അവിടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തം വീട്ടിലോട്ട് വരുന്ന ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും തനിക്കിന്ന് ഈ ഒരു ഭൂമിയിൽ ഇന്ന് ഈ ഒരു നേരം മാത്രമേ ഉള്ളൂ, താൻ എന്തായാലും മരിക്കാൻ വേണ്ടി പോവാണ്. താൻ എന്തായാലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക, തനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടക്കുക. എന്തായാലും ഇന്നത്തെ ഈ രാത്രി മാത്രമാണല്ലോ താൻ ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ മുന്നെയാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മാർഗമാണെങ്കിൽ നമ്മുടെ കണ്ണന് എന്തോ ഒരു അപകടം പറ്റുന്നുണ്ടെന്ന് മനസ്സിലായോടെ തന്നെ സിദ്ധിയായ ആ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മയോട് പറയുന്നുണ്ട്, കണ്ണൻ സാറിന് എന്തോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതെന്താണ് അമ്മേ, എന്ത് പറ്റിയാണ് കണ്ണൻ സാറിന്, എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധിയായ അമ്മ പറയുന്നുണ്ട്, കണ്ണന് വലിയൊരു ആപത്ത് തന്നെയാണ് സംഭവിക്കുന്നത്, ജീവിതത്തിലും മരണത്തിനും ഇടയിലാണ് അവൻ്റെ ഇപ്പോൾ ഇത് നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവൻ്റെ പേറ്റെന്നോ പറഞ്ഞ അമ്മയായിരിക്കും, അതായത് ദുർഗയായിരിക്കും അവനെ രക്ഷിക്കാനും പോകുന്നത്. എന്തായാലും മരണം അത് അവന് ഉണ്ടാവത്തില്ല, അതുകൊണ്ട് യാതൊരു പേടിയും പേടിക്കണ്ട. എന്തായാലും അവൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ നീ ഇന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ മാർക്കോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ കണ്ണൻ സാറിൻ്റെ ജീവന് വേണ്ടിയിട്ട് നമ്മുടെ കമലേശ്വരം വീടിൻ്റെ മുമ്പിൽ തന്നെ പോയി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആവശ്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണനോട് വിളിക്കാനും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതേ സമയത്ത് കണ്ണനാണെങ്കിൽ നമ്മുടെ മഹിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാർക്കോ, ഇന്ന് എനിക്കെന്തോ അപകടം സംഭവിക്കുമെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് ഞാനുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണ് മഹി, ഇവന് വയ്യാതെ ആയോ, എപ്പോഴും ഇങ്ങനെ നമ്മളെ ശ്രദ്ധിച്ച് എൻ്റെ അപകടങ്ങളും കാര്യങ്ങളും നോക്കി നിൽക്കുകയാണോ ഇവനൊരു കല്യാണമൊക്കെ നമുക്ക് കഴിപ്പിക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ തമാശയായിട്ട് മഹിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം മഹി പറയുന്നുണ്ട്, കണ്ണൻ സാറിന് കണ്ണേട്ടന് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും മാർക്കോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പം മാർക്കോയ്ക്കും അറിയാലോ, അവിടെയുള്ള ആൾക്കാർക്കല്ലേ കണ്ണേട്ടനെ ഇഷ്ടമല്ലെന്ന്, ആകെ അമ്മയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഉണ്ണി എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടായിരിക്കും മാർക്കോ വന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കണ്ണേട്ടൻ മാർക്കോയെ വിളിക്കണേന്നൊക്കെ മഹി പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ കാണുന്നുണ്ട്, ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് കാണുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണനാണെങ്കിൽ ആ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്, AC ഓണാക്കിയിട്ട്. അങ്ങനെ AC ഓണാക്കിയ നമ്മുടെ കണ്ണന് ശ്വാസം കിട്ടാതാവുകയും കണ്ണന് ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണന് മാർക്കോയെ വിളിക്കണം എന്നുണ്ടെങ്കിലും ഫോണൊന്നും എടുക്കാനുള്ള ആ ഒരു ശക്തി നമ്മുടെ കണ്ണന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് റൂമിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. കണ്ണനാണെങ്കിലും ശ്വാസം കിട്ടാതെ അവിടെ നിന്ന് വീഴുകയാണ്. അങ്ങനെ പെട്ടെന്ന് മഹി ഒരു ദുസ്വപ്നം കാണുകയാണ്, തൻ്റെ ഭർത്താവിന് എന്തോ ഒരു ആപത്ത് സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണൻ്റെ ഫോണിലോട്ട് വിളിക്കുന്ന മഹിയാണെങ്കിൽ കണ്ണനെ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതായതോടെ തന്നെ നമ്മുടെ ദുർഗയെ വിളിക്കുന്നുണ്ട്. ദുർഗയെ വിളിച്ച ഉടൻ തന്നെ ദുർഗ പറയുന്നുണ്ട്, എന്താ മോളെ ഈ രാത്രിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എത്ര ഉറക്കത്തിലാണെങ്കിലും എൻ്റെ കോൾ കണ്ടാൽ കണ്ണേട്ടൻ തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. ഇപ്പോൾ കണ്ണേട്ടൻ കോൾ എടുക്കുന്നില്ല, എന്താ കണ്ണേട്ടനെ പറ്റി തന്നെ ഒന്ന് അവിടം വരെ പോയി അന്വേഷിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് നോക്കിയിട്ട് മോളെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ ദുർഗ വാതിൽ തുറന്ന് കാണുന്നത് കണ്ണൻ്റെ
ശരീരം മൊത്തം തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്, കണ്ണൻ അബോധാവസ്ഥയിലാണ് ഇരിക്കുന്നത്. പെട്ടെന്നൊരു വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ദുർഗയാണെങ്കിൽ കണ്ണനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും സാധിക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ണിയോട് വിവരം പറയുന്നുണ്ടെങ്കിലും ഉണ്ണി കതക് തുറക്കുന്നേ ഇല്ല. അങ്ങനെ സ്വന്തം കാർ ഓടിച്ച് കണ്ണനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ. പുറത്ത് മാർക്കോയും നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ മാർക്കോയും നമ്മുടെ കണ്ണനെ എടുത്ത് ആശുപത്രിയിൽ പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ കണ്ണനെ ആണെങ്കിൽ ആശുപത്രിയിൽ എത്തുകയും അവിടുന്ന് ICUവിൽ കയറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനന്തുവിനെയൊക്കെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മഹി എന്തായാലും കുഞ്ഞിനെ വിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അനന്തുവിൻ രേഖയാണെങ്കിൽ ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴേ അനന്തുവിനോട് ഡോക്ടർ പറയുന്നുണ്ട്, മാരകമായ ഒരു വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനായിട്ടുള്ള കാരണം. എന്താണ് ആ മാരക വിഷമെന്ന് ഞങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒന്നും പറയാൻ സാധിക്കില്ല. കുറച്ച് നേരം ഓക്സിജനിൽ വെച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുള്ളൂ. അയാളുടെ ജീവൻ ആപത്താണോ രക്ഷിക്കാനാവുമെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഓക്സിജൻ്റെ പുറത്താണ് അയാളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് പ്രാർത്ഥിച്ച് അയാളെ രക്ഷിച്ചെടുക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങളും സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടേഴ്സാണെങ്കിൽ. അതിനുശേഷം ഈ വിവരമാണെങ്കിൽ നമ്മുടെ ഉണ്ണി അറിയുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ കണ്ണൻ മരിക്കണം എന്നുള്ള കൂടിയായിട്ടുള്ള പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം എന്തായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ കുടിക്കും.